ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു our യൂട്യൂബ് ചാനൽ H&N വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മലയാളത്തിലാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഈവനിങ് വ്ളോഗ് എടുത്തിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കാൻ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്തു, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കസിൻസൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നു ഇന്നലെ. അപ്പോൾ അവർ നാളെ തന്നെ തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവരെ കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് റീൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, സോ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഏത് സമയം വന്ന് നിന്നാലും ഈ ഒരു വ്യൂ ആണ്. ഇപ്പോൾ അവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് ചില സമയത്ത് അവിടെ മല ഉള്ളത് പോലും കാണൂല കേട്ടോ. ഫുള്ളും ഇങ്ങനെ മറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്. രാത്രിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഇങ്ങനെ പോകണതാണ്. സോ അതൊക്കെ ഒരു ഗുഡ് എന്താ പറയുക മെമ്മറീസ് കാര്യമാണ്. ഫ്രണ്ട്സ്, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കുളിക്കാൻ. അപ്പോൾ ഇവരെ എല്ലാവരും കുളിച്ചു, ഇനി ഞാൻ മാത്രം കുളിക്കണം. അപ്പോൾ ദേവുട്ടൻ വന്നിട്ട് താഴെ ഉണ്ട്, മീനാക്ഷിയും താഴെ ഉണ്ട്, നിധിയും താഴെ ഉണ്ട്. ഞങ്ങൾ വ്ളോഗ് എടുക്കാനായിട്ട് മേളിക്ക് വന്നത്. അപ്പോൾ നല്ലൊരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും കുളിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. അപ്പോൾ എങ്ങനെ ടമ്പാടി ഇവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക്? ക്യാമറ ഒക്കെ ഒക്കെ നീ. അപ്പോൾ അവന് നല്ല എക്സ്പീരിയൻസ് ആട്ടോ ഫീൽ ചെയ്തത്. ഇവിടെ വന്ന് നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ അവിടത്തേക്കാളിലും ചൂട് നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നല്ല സുഖത്തിലാണ് ഞങ്ങൾ തണുത്ത് നല്ല സൂപ്പറായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നതല്ലേ. നല്ല കാറ്റാണ് ഗൈസ് ഇവിടെ ഫുള്ളും കണ്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഞങ്ങൾ രാത്രി വരാമെന്നുള്ളൊരു പ്ലാനിലുണ്ട്. ആ മലയിൽ കൂടെ ഇങ്ങനെ വണ്ടി പോണ കാണാൻ നല്ല രസം. ഇന്നലെ വന്നപ്പോൾ മലയൊന്നും കാണാനില്ലായിരുന്നു ഗൈസ്. വേറെ അവിടെ ഒരു വലിയൊരു മല കാണാനുണ്ട്. അതും ഒരു മലയാണ്. എന്ത് മലയാണെന്നൊന്നും എനിക്കറിയില്ല. അതൊരു മലയാണ്. കണ്ടോ ഗൈസ്, മഞ്ഞൊക്കെ മൂടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് മലയാളത്തിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു, നമ്മളെ കസിൻസൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമ്മളെ ഈവനിങ് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഞാൻ കുറേ നേരം റീൽസൊക്കെ എടുത്ത്, പക്ഷെ ശരിയായില്ല. അമ്പാടിനെ വെച്ച് എടുത്തത് ശരിയായില്ല, വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നേരെ കഴുകി കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളെ രണ്ടാമത്തെ കസിന്. പേര് ആത്മിക് ദേവ് എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ദേവട്ടൻ കുഞ്ഞിക്കിളിനാട്ടോ. അതേ പറയാം. ഇപ്പൊ തന്നെ കൊറേ നേരം കേട്ടിട്ടാട്ടോ കൂടെ വന്നത്. അടുത്ത നമ്മളെ ആദിദേവാണിത്. ആദിദേവ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടതാണ്. ഇവരൊക്കെ ഉള്ളത് കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്നുണ്ട്. സമയം പോകില്ല. ഇപ്പൊ സമയം എന്തായാലും ഒരു 7:30. ഇനി നമ്മള് കടക്കണ വരക്ക് എടുക്കാന്നാണ് ഒരു ആലോചന. അപ്പൊ മീനാക്ഷിയാണ് കേട്ടോ ബാക്കിൽ ക്യാമറ പിടിക്കണേ. അപ്പോൾ ഓളാണ് പിടിക്കാൻ. ഞാൻ ഓളെ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾ വ്ളോഗ് എടുത്തിട്ടില്ല. എന്നോട് പറയാതാണ് വ്ളോഗ് എടുത്തത്. ഞാനപ്പോൾ കുളിക്കാൻ പോയിരുന്നു. ഇവർ മുകളിൽ ടാങ്ക് നിറയാൻ പോയി പറഞ്ഞിട്ട് പോയി കള്ളം പറഞ്ഞതാണ്. പിന്നെയാണ് ഞാൻ അറിയുന്നത് അമ്മ നിങ്ങൾ ഷോർട്സ് എടുക്കാൻ പോയി. എപ്പോഴാണ് വന്നത്? അപ്പോൾ മനസ്സിലല്ല നിങ്ങളിങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഒരു ചേച്ചി ആയിരുന്നു നേരത്തെയൊക്കെ പോയി കുളിച്ചിട്ട് വരണം. സോ ഞാൻ നേരത്തെ കുളിച്ചിട്ടൊക്കെ വന്നതാണ്. പിന്നെ ഞാൻ ക്യാമറമാൻ ആയതാണ്. സോ അതല്ലേ ഫ്രണ്ട്സ്. അവിടെ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുക കേട്ടോ. ഒരു പണിയില്ല, ഇങ്ങനെ കിടക്കുകയാണ് മയങ്ങിയമ്പലോൻ കളിക്കട്ടോ. വെറുതെ ബോറടിച്ചപ്പോൾ കോണിയും പാമ്പും അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ കളിക്കട്ടോ. ഞങ്ങൾ നല്ല ഫണ്ണിലും തല്ലുപിടിയൊക്കെ കാട്ടിയിട്ടാട്ടോ ഞങ്ങൾ കളിക്കുന്നത്. ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ത്രില്ലറായിട്ട്. അവസാനം ഞാൻ തന്നെ ജയിച്ചു അതിൽ. സോ ഞാൻ ഭയങ്കര സന്തോഷം. മീനാക്ഷി 3ാം സ്ഥാനമാണ് കിട്ടിയത്, നമ്മളെ അമ്പാടി 2ാം സ്ഥാനം. അത് കഴിഞ്ഞ് ഞങ്ങൾ കാതൽ കൊണ്ട് സിനിമ കാണുന്നു കേട്ടോ. അത് പിന്നെ കാണാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ത്രില്ലറിന് കണ്ടതാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കെ ഉണ്ട്. സോ ഞാൻ ഇഡ്ഡലി കഴിക്കാൻ പോകട്ടെ. എനിക്ക് ഇഡ്ഡലി ഒന്നും കഴിച്ചല്ല, പക്ഷേ ഞാൻ ഇഡ്ഡലി എടുത്ത് പഠിച്ചിട്ട് നോക്കി ഗൈസ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിക്കുകയാണ്. എനിക്ക് ഒരു ഇഡ്ഡലി കേട്ടോ തേക്കുള്ളൂ. ഞാൻ ഒരേ ഒരു ഇഡ്ഡലി തിന്നുള്ളിക്ക്, അത് മതി വിശപ്പിന്. പിന്നെ ഇതാട്ടോ ഇല്ലാത്ത തക്കാളി കറി നമുക്ക് ഫുള്ള് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവരുടെ കേട്ടാണ് ഇതൊക്കെ കഴിക്കാം.
അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം. ബൈ. അപ്പോൾ ഗൈസ് ഞാനിത് അമ്പാടിക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. അവന് കറിയൊന്നും പറ്റൂല. അപ്പോൾ അവന് ഇതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വന്നിട്ടിപ്പോൾ ചോറൊക്കെ തിന്ന് ഇവർ രണ്ടാളും ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചത്. ഞാനും അമ്മയും ചിഞ്ചിയമ്മയൊക്കെ ചോറ് തിന്നു. അങ്ങനെ നിധിയും എല്ലാവരും കഴിച്ച് അപ്പയും കഴിച്ച് ഇപ്പോൾ എല്ലാവരും കിടക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളും കിടന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ ചുങ്കത്തറയിലാവും. ഇവർ പോകൂലേ, ഇവർ പോവുകയാണ്. അപ്പോൾ നാളെ ഇവർ പോകും. അപ്പോൾ അവരെല്ലാവരും അപ്പുറത്തെ റൂമിൽ, ഞങ്ങളിവിടെ അപ്പ ഹാളിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങളെ കസിൻസിൻ്റെ കൂടെയുള്ള ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പിന്നെയും കാണാം. ബൈ. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. യെസ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.